എന്നാൽ നമുക്കറിയാം എന്ത് പ്രോഗ്രാം ആയാലും ഏത് പ്രോഗ്രാം ആയാലും അത് ഗംഭീരമായിട്ടാണ് ടീച്ചർ നടത്തുക. അത് കുറഞ്ഞ ടൈം പോയി ടീച്ചർ വിളിച്ചാൽ വരുന്നവരാണ് ഇവിടെ അടുത്തുള്ള എല്ലാ രക്ഷിതാക്കളും അറിയാം. അതിന് കൂട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ALMSയിൽ അംഗങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിവിടെ സാർ ക്ലാസ് എടുത്തു, സ്നേഹത്തിനെ പറ്റി ക്ലാസ് എടുത്തു, ലഹരിയെ പറ്റി ഇല്ലേ, ഒരു 5 മിനിറ്റ് ആണെങ്കിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു അതിമനോഹരമായ ഒരു ക്ലാസ്സാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയത്. നമുക്കറിയാം നമ്മുടെ മക്കൾ, എനിക്ക് രക്ഷിതാക്കളോടൊന്നേ പറയാനുള്ളൂ, മാധവീന്റെ അടുത്താണ് എൻ്റെ മോനും കൂടി കൊറോണയുടെ കാലത്ത് പേരക്കുട്ടിക്ക് ഓൺലൈനായി ക്ലാസ്സിലും കൂടി പങ്കെടുത്തത് മാധവീച്ചർ അടുത്തായിരുന്നു. കാരണം എന്താ, മാധവീച്ചർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മൊബൈലിൽ കൂടെ അയക്കുമ്പോൾ അത് കാണുമ്പോൾ എൻ്റെ മോൾ പറഞ്ഞു, മാധവീച്ചർ അംഗൻവാടി തന്നെ എൻ്റെ കുട്ടിനെ കൂടി ചേർക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഓൺലൈനായിട്ട് അന്ന്. ഇന്നിപ്പോൾ എൻ്റെ മോൾ പേരക്കുട്ടി 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങി, 2ാമത്തെ പേര് നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. ആദ്യം നമ്മൾ സ്നേഹിക്കാൻ കഴിയണം. നമ്മളെ കുറ്റം കുറവ് മാത്രമേ അമ്മക്കറിയൂ അല്ലേ, പിന്നെ മറ്റവന്റെ കുറ്റം കുറവ്. ഈ 2 കുറ്റം കുറവ് അമ്മക്കറിയൂ. നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ എല്ലാ മനുഷ്യരും പോസിറ്റീവ് ഉണ്ട്. ഞങ്ങള് കള്ളന്മാരെ പിടിക്കുമ്പോഴും ഈ കള്ളന്മാർക്കൊക്കെ നല്ല നല്ല ഗുണങ്ങളുണ്ട്. പലർക്കും പല കള്ളന്മാരിലും നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ എന്താണ്, നമ്മളുടെ ഇതിലെ നെഗറ്റീവിനെ മാത്രം എടുക്കും. ആ നെഗറ്റീവിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഇതാക്കും. അവന്റെ പോസിറ്റീവ് ഒന്നും നമ്മൾ കാണില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മളെ ഈ ടീച്ചർ ഇതേമാതിരി നമ്മൾ മോൾഡ് ചെയ്ത് തരും. ടീച്ചർ ഇങ്ങനെ ഒരു ചിട്ടപ്പെടുത്തി തരും. അതിങ്ങനെ പുറത്തേക്കാൻ വിടുമ്പോൾ നമ്മളാ കുട്ടികളെങ്ങനെ കോഴിക്കുട്ടികളെ നമ്മൾ ഇതിന്റെ പുറത്തേക്ക് പിന്നെ കോഴിക്കുട്ടികളെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ തടക്കോഴി അങ്ങനെ ഇതാക്കും. ആക്കുമ്പോൾ ആ കുട്ടി വളരേണ്ടത് എന്താണ്, നമ്മുടെ ഈ സമൂഹത്തിന്റെ ഇടയിലാണ് വളരുന്നത്. അപ്പൊ അത് നമ്മൾ ആ കുടുംബത്തിലേക്ക് കുട്ടീനെ തരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. ഹോംവർക്ക് എന്ന് പറയുന്നത് കൃത്യമാണ്. ഈ ഹോംവർക്ക് എന്ന് നമ്മളെ പാഠപുസ്തകങ്ങൾ പറയുന്നത് വീട്ടിലുള്ള വർക്ക് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള വർക്കാണ്. ആ കുട്ടിക്ക് കിട്ടേണ്ട സൈക്കോളജിക്കലായുള്ള സപ്പോർട്ട്, മോട്ടിവേഷൻ അതൊക്കെ എവിടെ കിട്ടേണ്ടത്, വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത്. ഒരു മാർക്ക് കുറഞ്ഞാൽ അവനെ ചീത്ത അറിയല്ല വേണ്ടത്. ആ എങ്ങനെ കുറഞ്ഞു എന്നതും മാതാപിതാക്കൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കുട്ടീനൊപ്പം ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് അവനും കുട്ടിയും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്താണ് പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി വരും. ആ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ പറഞ്ഞു, അമ്മ പറഞ്ഞു, കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ചെന്ന് വാങ്ങി ചെല്ലേ. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ +2 ചേരണം, ഡിഗ്രിക്ക് പഠിക്കണം, എവിടെ അഡ്മിഷൻ എടുക്കും, എങ്ങനെ അഡ്മിഷൻ എടുക്കും, നമുക്ക് പറ്റിയ കോളേജ് ഏതാണ്, അതാണോ ചിന്തിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ആ സ്ഥാപനം വേങ്ങരയിലുണ്ട്. ISO അംഗീകാരമുള്ള സ്ഥാപനം, കേരള സർക്കാരിന്റെ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അംഗീകാരവും ഉണ്ട്.
കേരള സർക്കാരിന്റെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് വിജയവീതി പഠന കേന്ദ്രവുമാണ്. വിശാലമായ സ്വന്തം ക്യാമ്പസും മറ്റനേകം പ്രത്യേകതകളുമായി കുറ്റാളൂർ മലബാർ കോളേജിൽ ഈ വർഷത്തെ അഡ്മിഷൻ തുടരുന്നു. ഉയർന്ന ഗുണനിലവാരമുള്ള പഠനവും വിശാലമായ ക്യാമ്പസും ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൂടാതെ വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ ക്ലാസ്, വിദ്യാർത്ഥി രക്ഷാകർതൃ സൗഹൃദ അന്തരീക്ഷം തുടങ്ങിയവ മലബാർ കോളേജിന്റെ പ്രത്യേകതകളാണ്.